എന്തിനാ സാർ എന്നെ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത്. പറയട്ടോടോ. സസ്പെൻസുകൾക്കൊടുവിൽ എം സ്വരാജ് നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി. തന്നെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം. എന്താ മുതലാളി എന്താടാ അറിഞ്ഞോ? മുതലാളിക്കെതിരെ ഇലക്ഷൻ നിൽക്കാൻ പോകുന്ന ആരാണെന്ന് അറിഞ്ഞോ? ആരാ? നിലമ്പൂരിൽ എം സ്വരാജ് ഇടത് സ്ഥാനാർത്ഥി. ഇത്രയും കാലം ഇലക്ഷൻ നിന്നിട്ട് ആദ്യമായിട്ട് ശക്തനായ എതിരാളി എനിക്ക് കിട്ടുന്നത്. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. എന്തായാലും ഒരു ഈസി വാക്ക് ഓവർ നമ്മൾ പ്രതീക്ഷിക്കണ്ട. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്ററുമാണ് എം സ്വരാജ്. അവന്റെ തീപ്പൊരി പ്രസംഗം ശൈലി ജനങ്ങൾക്കതൊരു ഹരമാണ്. ഏറ്റവും ഉജ്ജ്വലമായ രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുകയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതൊക്കെ പാർട്ടിയുടെ നയങ്ങളാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തുടർ ഭരണത്തിനുള്ള നാന്ദിയായി മാറുമെന്ന് എം സ്വരാജ് പറഞ്ഞു. താൻ ഒന്നുകൊണ്ടും പേടിക്കണടോ, താൻ ജയിക്കും. വർക്ക് തുടങ്ങിക്കോ. പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.